ഒന്ന് മരിച്ചു പോകുമ്പോൾ ആരും പറയൂ ആകെ ഒരു പറച്ചിലിപ്പം എന്താണെന്നറിയോ? മയ്യത്തിന്റെ തലക്കും ഭാഗത്തുനിന്ന് മൈക്കൂടെ ഉസ്താദ് പറയും, മരിച്ച മയ്യത്തിന് ബാധ്യതകളുണ്ടെങ്കിൽ മൂത്ത മകൻ ജബ്ബാറിനെ കാണുക. ബേക്കുന്നൊരുത്തൻ പറഞ്ഞു, സുബ്ഹാനല്ലാ, ജബ്ബാർ ഓൻ്റെങ്കിലും തന്നാ മതി, അതിനോട് പാപ്പാൻ്റെ തന്നില്ലെങ്കിലും. അനുഭവങ്ങളാ. പാപ്പ പൈസ വാങ്ങി 50,000 റുപ്യങ്ങാൻ ഏതോ ഒരു മോക്ക് വീട് വെച്ചു കൊടുക്കാൻ, ഒരു വാതിലും ഓളെ വീട്ടിൽ കൂടുതൽ എന്തോന്ന് കൊടുക്കാൻ. അവസാനം വാപ്പ മരിച്ചു, വീതം വെച്ചു. കടം കൊടുത്തോന് വാപ്പ മരിച്ചറിഞ്ഞിട്ടില്ല. മാസമായിട്ടും കിട്ടാതായപ്പം തെരഞ്ഞൊരുപ്പോഴാണ് അറിയുന്നത് മൂപ്പര് മരിച്ചു പോയിട്ടുണ്ട് എന്ന്. അവസാനം മൂത്തോനെ പോയി കണ്ടിട്ട് പറഞ്ഞു, വാപ്പൊരു 40,000 റുപ്യൻ്റെ ഇടപാടുണ്ടായിരുന്നു എന്ന്. മൂത്തോൻ പറഞ്ഞേ, വീതം വെച്ചപ്പോൾ കിട്ടിയത് ഇളയോനാ കണ്ണായ പറമ്പ് റോഡ് സൈഡിൽ, നിങ്ങൾ ഓനോട് വാങ്ങിക്കോളി, എനിക്ക് ആ മലൻ്റെ മുകളിലാണ് കിട്ടിയത്. റോഡിന്റെ സൈഡിലുള്ളവൻ്റെ അടുത്ത് പോയപ്പോൾ പറഞ്ഞു, കിട്ടിയത് എനിക്കാ നിൽക്കാക്ക വെറുതെ പറഞ്ഞതാ, പെങ്ങക്കാ കിട്ടിയത്, അളിയാൻ തന്ത്രത്തു കൂടെ കൊണ്ടുപോയതാ, നിങ്ങൾ മൂപ്പരെ പെങ്ങളെ പോയി കാണി. പെങ്ങൾ കൈമലർത്തിയിട്ട് പറഞ്ഞു, വാപ്പാക്ക് ഇപ്പം അങ്ങനെ ഒരു പൈസൻ്റെ ആവശ്യമില്ലല്ലോ, വാപ്പ ഇങ്ക് തന്നു എന്ന് പറയുന്നത് വാപ്പക്ക് കുറിയടിച്ചിട്ടാണ്.